നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിനകം കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നീ കൂട്ടി വരുത്തിയ ജനത്തിനായ സ്തോത്രം കർത്താവേ. തിരുനാമം മഹത്വമെടുക്കുമാറ്. നിന്റെ പ്രായശ്ചിത്തം ഹേതുവായിട്ട്, നിന്റെ നീതി നിമിത്തം ഞങ്ങളെ വെടിവെച്ച, നിന്റെ നാമഹേതുവായി ഞങ്ങൾ ദിനം പ്രതി നടത്തുന്ന നിന്റെ ശക്തിക്കായി, നിന്റെ ജ്ഞാനത്തിനായി, നിന്റെ കൃപയ്ക്കായിക്കൊണ്ട് സ്തോത്രം. ഞങ്ങളൊരു യോഗ്യതയുമല്ല കർത്താവേ. നീ ഞങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി, അതെ, നീ ഞങ്ങളെ ആരംഭിച്ച നല്ല പ്രവൃത്തി നിന്റെ വരവിൻ്റെ നാളോളത്തേക്ക് നീ വിശ്വസ്തനും ശക്തനുമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എതിരായി പൊങ്ങി വരുന്ന സകല കൊമ്പുകളും സകല ഗോപുരങ്ങളും നിന്റെ നാമത്തിൽ കീഴ്പ്പെടുമാറായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നിന്റെ പ്രായശ്ചിത്തം ഹേതുവായിട്ട് നിന്റെ നാമത്തിനായി വേർതിരിക്കുന്നു. പരിസരങ്ങളെ കർത്താവ് നിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ നമുക്ക് ദൈവവചന ധ്യാനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയ നല്ല സാഹചര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സ്ക്രീനിൽ കുറച്ച് പേരുള്ളെങ്കിൽ തന്നെയും കുറച്ച് പേരധികം പേരൊക്കെയും യൂട്യൂബിൽ കൂടെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കാണുന്നുണ്ട്. നമുക്ക് ആളെ കൂട്ടുന്നതിലല്ല വലിയ കാര്യം ഇരിക്കുന്നത്. ഒരാളെങ്കിലും കർത്താവിൻ്റെ സത്യമാർഗം അനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവനെ നേടുവാൻ വേണ്ടി തന്നെ ആമേൻ കർത്താവിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഇന്ന് അത് 30ാമത്തെ ദിവസമാണ്. ആമേൻ. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് റോമലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 30ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ബന്ധങ്ങളിൽ നീതിനിഷ്ഠമായ ജീവിത രീതി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മുഖാന്തരം റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം പ്രകാരം സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന നീതീകരണം, സൗജന്യമായി വിശ്വസിക്കിയാൽ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന നീതീകരണത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ ഭാഗികമായ പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ മാനുഷ്യമായ രീതിയിലോ ഒരു വ്യക്തികളെ കുറിച്ച് കൊണ്ടൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്, അങ്ങനെ ശുശ്രൂഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളിലുള്ള കുറവുകളെ പരിഹരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിൽ ഏറ്റവും മഹത്വമേറിയ കാര്യം. കേൾക്കുന്ന ആത്മാക്കളെ ദൈവത്തിനായിട്ട് വേർതിരിക്കണമെങ്കിൽ നമ്മുടെ എവിടെയെല്ലാം കുരുക്കുകൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടോ, അറിയായക കൊണ്ട് കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് തേടി എത്തി വരുന്നവനാണ് നമ്മുടെ കർത്താവ്. അതാണ് കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള ഉപമ പറയുന്നത്. സ്തോത്രം. 99നും മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർ പെർഫെക്റ്റ് വേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ആ 99നെയും വിട്ട് കളഞ്ഞിട്ട് ആ ഒന്നിനെ കാണാതെ തന്നെ പോയി അന്വേഷിക്കുന്നത്. സ്തോത്രം. അവനെ എടുത്തുകൊണ്ട് തോളിമാറിൽ ചേർത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കർത്താവ് നമ്മളോട് സമീപിക്കുന്നത്. നമ്മൾ അല്പം സ്ലിപ്പോ അറിയില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുമെന്ന് നമ്മളെ ശാസിച്ച് കളയല്ല. ഈ ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വേർപെടുവോളം വല്ല വിധേനയും നമ്മെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അഹോരാത്രം ശ്രമിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കാരണം അത്രമാത്രം വില കൊടുത്തത് നമുക്ക് ഓൾറെഡി വില കൊടുത്തു. ഇന്ന് ശത്രു നമ്മളെ പല ഡിസെപ്ഷനിൽ കൊണ്ടുവച്ചിട്ട്, വഞ്ചനകളിൽ കൊണ്ടുവച്ച് ഇരുട്ടിൽ പാർപ്പിക്കുകയാണ്. ആത്മീയ ഗോളത്തിൽ വളരെയധികം കടന്നു വന്നു. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ മുറികളുണ്ടാക്കാൻ നമ്മുടെ ശരീരം, പ്രാണൻ, ആത്മാവ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി നമ്മുടെ ശരീരം, പ്രാണനെയും ആത്മാവിനെയും ഇരുവായ്ത്തലകൾ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാളായിട്ടാണ് നമ്മുടെ ആത്മാവും പ്രാണനും സെപ്പറേറ്റ് ആയില്ലെങ്കിൽ ഈ പ്രാണനിൽ വെളിപ്പെടുന്ന ജഡമോഹങ്ങൾ പലപ്പോഴും നമ്മുടെ ആത്മാവിനെ, ഹ്യൂമൻ സ്പിരിറ്റിനെ, വീണ്ടും ജനിച്ച ആത്മാവിനെ വീണ്ടും കീഴ്പ്പെടുത്തി കളയാൻ നോക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂർച്ചയേറിയ വാളുകളായിരിക്കും ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് നീ എന്നോട് സംസാരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ റോമലേഖനം 12-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കും. ഇത് സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സൗജന്യമായ നീതീകരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വെച്ചില്ലെങ്കിൽ ഈ ജഡത്തിൽ ഉദിക്കുന്നതായിട്ടുള്ള ഉയരുന്നതായിട്ടുള്ള മോഹങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് നിവർത്തിക്കുകയും നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും. രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് പറയുന്നതൊക്കെ വ്യാജമായ ഉപദേശങ്ങളാണ്. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്ന പോലെ നടന്നാൽ നമുക്ക് രക്ഷ പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ ഇതിന് വളരെ സീരിയസ് ആയ വിഷയമാണ്. പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് ഗോളത്തിൽ യഥാർത്ഥ ഉപദേശങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയി വ്യാജ ഉപദേശങ്ങളുടെയും വ്യാജ പ്രവചനങ്ങളുടെയും ചേക്കറുകൾ മുഖാന്തരം അനേകര് രക്ഷ നഷ്ടപ്പെട്ടിട്ട് ഇരുട്ടിൽ പാർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിലാണ് ഈ വെളിച്ചം നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു, അമ്മേ സ്തോത്രം, എന്നിട്ട് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പോൾ ആത്മീക ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിലും ഈ ലോകത്തിൻ്റെ കാറ്റിനനുസരിച്ചുകൊണ്ട്, കാലഗതിക്കനുസരിച്ചുകൊണ്ട്, എഫെസ്യർ 2 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ചായിരുന്നു അതിൻ്റെ മോഹങ്ങളും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നാണ് നിങ്ങളെ കരുണാസമ്പന്നനായ ദൈവം തൻ്റെ നല്ല പ്രവൃത്തി ആരംഭിച്ച് നമ്മളിൽ രക്ഷയുടെ മാർഗത്തിലുള്ള വാതിൽ തുറന്നത്. നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടല്ല, നമ്മുടെ നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, പാസ്റ്ററുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടല്ല, ഒരു നല്ല പ്രവൃത്തി കൊണ്ടും ആരംഭം കുറിക്കാൻ സാധ്യമല്ല. ബൈ നേച്ചർ, ഏതും തോട്ടത്തിൽ തുടങ്ങി ബൈ നേച്ചർ നമ്മളിൽ നിന്നുള്ള ഔട്ട്കം പാപ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു, പാപം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയല്ല, നമ്മളിൽ ഇൻബിൽഡ് ആയിരിക്കുന്ന നേച്ചറാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, അതിൻ്റെ പ്രവൃത്തികൾ പല പല രീതിയിൽ ചെയ്യുന്നു. ചിലവർ കൊലപാതകം ചെയ്യുന്നു, ചിലർ സൂയിസൈഡ് ചെയ്യുന്നു, ചിലർ വ്യഭിചാരം ചെയ്യുന്നു, ചിലർ മോഷണം ചെയ്യുന്നു, കള്ളം പറയുന്നു. ആയിരക്കണക്കിന് മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഇനിയും വെളിപ്പെടുത്താത്ത മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേദപുസ്തകത്തിൽ എഴുതി തരാൻ പറ്റുന്നതല്ല. അതെങ്ങനെ എഴുതി തരാൻ പറ്റുന്നത്? അത് അതിൻ്റെ മോഹത്തനുസരിച്ച് പലതും വെളിപ്പെടുത്തും. ഇപ്പോൾ അതാണ് കാലഗതിക്കനുസരിച്ച്, ഓരോരോ കാലഗതിക്കനുസരിച്ച് ലോകത്തിന് പല പല മാറ്റങ്ങൾ വരുമ്പോൾ വിശ്വാസിയായി നീ, ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്നവരായി നീ, വീണ്ടും ജനം പ്രാപിച്ചവരായി നീ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ലഭിച്ചതായിട്ടുള്ള വിശ്വാസം ചെയ്തതുമായി ലഭിച്ചിട്ടുള്ള സൗജന്യ നീതീകരണത്തിലല്ല നീ നിൽക്കുന്നത്. യു നീഡ് റിപ്പന്റൻസ്. ഇതാണ് ഈ ക്ലാസ്സിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രവർത്തികൾ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ കാലഗതിക്ക് അനുസരിച്ചാണ് ഞാൻ മൂവ് ചെയ്യുന്നത് എങ്കിൽ യു നീഡ് റിപ്പന്റൻസ്. എന്നിട്ട് പറയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, സ്തോത്രം, വിശ്വാസത്തിന് ഒത്തവണ്ണം പ്രവചനം. അപ്പൊ പ്രവചനം വിശ്വാസത്തിന് ഒത്തവണ്ണമല്ല. പ്രവചനം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അടുത്ത് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ഈ കാലഗതിക്ക് അനുസരിച്ചുള്ളതാണ്, ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചുള്ളതാണ്. മനസ്സ് പുതുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ക്ലാസ് എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നില്ല, അത് ആത്മാവിനെതിരായി ദൂഷണം പറയുകയാണ്. കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി നല്ല അടി വെച്ചു കൊടുക്കേണ്ടതാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ അത് കൃത്യമായിട്ട് ചിന്തിച്ചു. സ്തോത്രം. എന്താണ് ഭാവിക്കേണ്ടത് മീത് ഭാവിച്ചുരയാതെ അവനവന് വിശ്വാസത്തിന് അളവ് പങ്കിട്ടതുപോലെ സുബോധമുണ്ട് ഭാവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ദിവസം പറഞ്ഞാണ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അപ്പൊ ആ വാക്യം എടുത്ത് നമ്മൾ വായിച്ചു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അത് 116 സങ്കീർത്തനം 18 സങ്കീർത്തനം നമ്മൾ വായിച്ചു. ദാവീദ് എന്ത് അർത്ഥത്തിലാണ് അത് എഴുതിയത് എന്ന് പറഞ്ഞിരിക്കുന്നത്? മശിഹയുടെ വരുവാനുള്ള മശിഹായുടെ ദാവീദിന്റെ കാലത്ത് ചിന്തിക്കുന്നതാണ്. ഇനിയല്ല, താൻ കഷ്ടാനുഭവം അനുഭവിച്ചുകൊണ്ട് മാനവജാതിയെ രക്ഷിപ്പാൻ വേണ്ടി താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെ തന്റെ പ്രാണനും ആത്മാവിലും അനുഭവിച്ചിട്ട് അവൻ അയ്യെ പിടിച്ച് രക്ഷ പ്രാപിച്ചു. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്റെ കഷ്ടത ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇതിനൊക്കെ പല രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും അല്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് തെറ്റായ വഞ്ചനകളാണ്. അതൊക്കെയും അതാണ് ഇപ്പോൾ അവിടെ ദാവീദ് പറയുന്നത്. ഞങ്ങൾ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ അവൻ യാഗപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരിച്ച എന്റെ ചരിത്രം, അതായത് അവനിൽ പാപം ഒട്ടുമില്ല. മറ്റൊരുവരുടെ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടിയിട്ട് പാപം അറിയാത്തവനെ
നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടത്. നമ്മൾ ഇത്രയും വചനങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ വാക്യത്തിന് അർത്ഥം മനസ്സിലാകും. പാപം അറിയാത്തവന് നാം അവനിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. അതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? അവനത് സ്വമേധ ഏറ്റെടുക്കും. പിതാവിന്റെ നിർബന്ധത്താലല്ല, സ്വമേധ ഏറ്റെടുത്തിട്ട് തന്റെ ലൈഫിനെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽക്കും. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം, ക്രിസ്തുവിനുള്ള ആശ്രയം. എന്റെ ഏതൊരവസ്ഥയിലും ഞാൻ അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. വചനത്തിന് മാറ്റമില്ല. മാറേണ്ടത് നമ്മളാണ്. എന്റെ വിശ്വാസത്തെയാണ് റിവൈവ് ചെയ്യേണ്ടത്. ഇന്നലെയും പറഞ്ഞു, വിശ്വാസത്തിന് പെർഫെക്റ്റ് അല്ല. ആ പുനരുദ്ധാന ശക്തി അല്ലെങ്കിൽ ക്രിസ്ത്യൻ എനർജി നിന്റെ വിശ്വാസത്തിന് കൂടെ നിന്നിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസം ഫേക്ക് ആണ്. നീ ആശ്രയിച്ചത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിലല്ല. അല്ല, നീ ആശ്രയിക്കുന്നു എന്ന് ധരിക്കുന്നുവെങ്കിൽ നീ ആശ്രയിക്കേണ്ട രീതിയിലല്ല ആശ്രയിക്കുന്നത്. നിന്റെ ജഡത്തിന്റെ മോഹത്തിന് വേണ്ടി ആശ്രയിക്കുന്നുവെങ്കിൽ യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നൊന്നും കിട്ടുന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണ് യാചിക്കുന്നത്. അപ്പൊ ആ വിശ്വാസം എന്ന് പറയുന്നത്, പോൾ പറഞ്ഞു, എന്നെ സുവിശേഷം ബലമേൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ഞങ്ങൾ വെറുതെ പ്രസംഗിക്കുകയല്ല, ബ്ലാ ബ്ലാ പറയുകയല്ല ചെയ്തത്. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള അതേ വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട്, അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാരോട് പറയുന്നത് ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അല്ലെങ്കിൽ പ്രവചനം കേൾക്കുന്നവരോട് പറയുകയാണ്. പോൾ പറയുന്ന വിശ്വാസം എന്താണ്? ദാവീദ് പറഞ്ഞ വിശ്വാസം എന്താണ്? അതില്ലാത്തൊരു പ്രവാചകന്റെ അടുത്ത് പോകരുത്. ഏറ്റവും വലിയ പ്രവാചകനാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത്. അവനേക്കാൾ വലിയ പ്രവാചകനില്ല. അവന്റെ പ്രവൃത്തി, അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾപ്പാനുള്ള താഴ്മയും സമർപ്പണം ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾ വലം കൈ പിടിച്ചു നടത്തി ഏത് മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പോകേണ്ടി വന്നാലും അവൻ നിങ്ങളോട് കൂടി ഇരിക്കും. ഞാൻ അനുഭവിച്ചുകൊണ്ടാ പറയുന്നത്, വെറുതെ പറയല്ല. നിങ്ങൾ ഏത് പ്രതികൂലത്തിന്റെ കാറ്റിന്റെ തീച്ചൂളിൽ ഇറങ്ങി പോകേണ്ടി വന്നാലും നാലാമനായിട്ട് അവൻ ഇറങ്ങി വരും. അതുവരെയുള്ള സഹിഷ്ണുതയാണ് നിങ്ങൾക്ക് ആവശ്യം. പക്ഷെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ആവശ്യമില്ല. അയ്യോ, എനിക്ക് കാറ്റും കൊടുങ്കാറ്റൊന്നും വേണ്ട, തീച്ചൂളിയൊന്നും വേണ്ട. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് ഒരു വളരെ ക്രൂഷ്യൽ സബ്ജക്റ്റാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. എല്ലാം ഇനി താഴോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അതിനാണ് പറഞ്ഞ് ശരീരം ഒന്നായിരിക്കുന്നു, അതിന്റെ അവയവങ്ങൾ പലതുണ്ട്. എല്ലാ അവയവത്തിനും ഒരു പ്രവൃത്തിയല്ല, പക്ഷെ തമ്മിൽ അവയവങ്ങളുമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തെ അതിനു വേണ്ടിയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന കൃപ, ചിലപ്പോൾ കൃപാവരങ്ങളൊന്നും ചൊല്ലിപ്പിക്കുന്നവരായിരിക്കില്ല. ചിലപ്പോൾ മേശയിൽ ശുശ്രൂഷിക്കുന്നവരായിരിക്കും. മേശയിൽ ശുശ്രൂഷിക്കുന്ന സ്തെഫാനോസ് ആണ് എന്നിട്ടൊന്ന് വളരെ ശക്തമായ ഒരു പ്രസംഗം പ്രസംഗിച്ചത്. മേശയിൽ ശുശ്രൂഷിക്കുന്നവൻ എന്നാണ് സാമ്പാറും കറിയും വിളമ്പുന്നവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പോൾ ആ തന്നിരിക്കുന്ന കൃപകൾ എന്ത് തന്നെയായിരുന്നാലും അത് നിനക്ക് വേണ്ടിയല്ല, അത് നിന്റെ ഗുണം കൊണ്ടുമല്ല, അത് കൃപയാലാണ് നിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ആത്മീയ കാര്യം വിചാരിക്കും. പക്ഷെ നീയല്ല, നിനക്ക് തന്നിരിക്കുന്ന കൃപയാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതൊക്കെ നിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. വ്യാജാത്മാവിൽ പ്രവചിച്ചു പോകുന്നുണ്ടോ? നിന്റെ മോഹം ജനിച്ചുകൊണ്ട് വ്യാജാത്മാവ് കടന്നു വരുന്നുണ്ടോ? അനേക വീരന്മാരായ ദേവദാസന്മാർ വീണ് പോയത് അങ്ങനെയാണ്. സ്റ്റേജിന്റെ ആഗ്രഹം, ഫെയിമ്, പേരിന്റെ ആഗ്രഹം, കുറച്ച് സാമ്പത്തിക വരുമാനം, പിന്നെ വിസ എടുക്കലായി, ഗൾഫ് രാജ്യങ്ങളിൽ മിന്നലായി, ഇവിടുത്തെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പ്രവാചകന്മാരായി. ഇത് ഞങ്ങൾ ഒത്തിരി കണ്ട് അനുഭവിച്ചതാണ് പറയുന്നത്. ഞാൻ ഈ പ്രവചനത്തിന്റെ കാര്യം ഇവിടെ നിർത്താം, നിങ്ങൾക്ക് തന്നെ വിവേചിക്കാം. സ്തോത്രം. മറ്റൊരു കാര്യം യാക്കോബ് പറഞ്ഞു വെച്ച് ഓർക്കുക, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ.
വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ റോമലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, പോളാണ് പറഞ്ഞിരിക്കുന്നത്, യാക്കോബല്ല, സോറി, റോമലേഖനം 14:23. ആകാര സംബന്ധമായ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറയാണ്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെ പാപമാകട്ടെ. അത് പ്രവചനമായാലും ശുശ്രൂഷയായാലും എന്തൊരു കാര്യം തന്നെ ആയാലും ക്രിസ്തുവിൽ ആശ്രയിച്ച് അതിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെയും തന്നെ പാപമാണ്. നിങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ കർത്താൻ പുസ്തകം പിടിച്ചുകൊണ്ട് മീശയും പഠിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ താടിയും വെച്ച് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രാണന് മോഹം ജനിപ്പിക്കത്തക്കവിടെ ഒരു പ്രവചനമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇത് പൈസ മേടിച്ചു, പക്ഷെ എന്താ ചെയ്യുന്നറിയോ? പാപം നിങ്ങളിലേക്ക് വിളമ്പാണ്. എന്തിനെ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞുവോ? പാപം അറിയാത്തവന് നിങ്ങൾ അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവന് പാപമാക്കി നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവോ? അതിനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ പാപത്തെ കയറി കുടിക്കുക. നിങ്ങൾക്ക് പ്രവാചകന്റെ ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നടത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രബോധിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നല്ലവനായ ദൈവത്തിനറിയാം. നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രം മതി. അതാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. വിശുദ്ധി എന്ന് പറയുമ്പോൾ ചിന്തിച്ചു പോകരുത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിലുള്ള വിശുദ്ധിയല്ല, സെപ്പറേഷൻ ഫോർ ഗാഡ്. സാമാന്യമായതിൽ നിന്നും വേർതിരിഞ്ഞത്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ആ അവസ്ഥയിലാണെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒന്നിൻ്റെ അടുത്ത് വന്നിട്ട് സാത്താൻ്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളാൽ പ്രവചനം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കയറി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന നിങ്ങൾ ഉപേക്ഷിച്ച പാപമായിരിക്കും. ഇനിയോ ഞാൻ പ്രൊഫസിയുടെ കാര്യം അവിടെ നിർത്താം. ഇന്ന് നമുക്ക് അടുത്ത 7 വാക്യത്തിൽ പറയാനുള്ളത് ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ. ഇനി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒന്ന് മനസ്സിലാക്കണം, ശരീരം ഒന്ന് പല അവയവങ്ങൾ പോലുള്ളതുപോലെ ഒരു അവയവമാണ് നമ്മൾ ചിന്തിച്ച പ്രവചനം. ആ പ്രവചനമാണെങ്കിൽ വിശ്വാസത്തിനൊത്ത വേണം. ഇനി പറയാൻ പോകുന്നത് ശുശ്രൂഷയെങ്കിൽ വിശ്വാസത്തിനൊത്ത വേണം, ശരീരത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടി. ഈ ശുശ്രൂഷ തന്നിരിക്കുന്ന ഒരു അവയവമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല, മറ്റവയവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ആർക്കാ? ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടവനെ കുറിച്ചാണ് പറയുന്നത്. ശുശ്രൂഷയെങ്കിലും ശുശ്രൂഷയും. ഇനി ശുശ്രൂഷ എന്ന വാക്കിനെ ഒന്ന് ശരിക്കും പഠിക്കണം നമുക്ക്. ഇന്ന് ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാർ മാത്രമേ ശുശ്രൂഷക്കാരെന്നുള്ള ചിന്തയെക്കുറിച്ച് തെറ്റത് മാറ്റിക്കളയണം മതിയായിട്ട്. അതിന് ഞാനിവിടെ യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ന്യൂ കിങ് ജെയിംസ് വെർഷൻ ആണ്. ന്യൂ കിങ് ജെയിംസ് വെർഷൻ പറഞ്ഞു, ഓർ മിനിസ്ട്രി ലെറ്റ് us യൂസ് ഇറ്റ് ഇൻ അവർ മിനിസ്ട്രി. പക്ഷേ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യുവർ ഗിഫ്റ്റ് ഈസ് സെർവിങ് അതേഴ്സ് സെർവ് ദം വെൽ. അല്ലെങ്കിൽ NIV പറഞ്ഞിരിക്കുന്നത്, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് സെർവിങ് ദെൻ സെർവ്. നമുക്കതിനെ ഗ്രീക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിന്റെ ഗ്രീക്ക് ലാംഗ്വേജിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 12:7 വാക്യാണ്, ഓർ ഡിസ്പെൻസിങ്. ഡയാക്കോണിയ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ ഡയാക്കോണിയ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡിസ്പെൻസേഷൻ. നമ്മൾ സാധാരണ ഇപ്പോൾ വെള്ളമൊക്കെ പബ്ലിക് സ്ഥലങ്ങളിൽ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഡിസ്പെൻസർ ഉണ്ടല്ലോ, ഒത്തിരി കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഡിസ്പെൻസർ എന്ന് പറയാം. അതിനകത്ത് നിറച്ചതേ വാൽവ് തുറന്നേ കിട്ടുള്ളൂ. ഡിസ്പെൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വാട്ടർ ഡിസ്പെൻസർ, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഡിസ്പെൻസർ എന്ന് പറയാം. അപ്പോൾ ശുശ്രൂഷ എന്ന വാക്കിന്റെ അർത്ഥം പാസ്റ്റർമാരായി നിന്ന് ശുശ്രൂഷിക്കുന്നതോ പ്രവാചകൻ നിന്ന് ശുശ്രൂഷിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയുന്നതോ ഇതല്ല. ഇതിനൊരു ഉദാഹരണം പറയാം. നമുക്ക് കർത്താവിന് തന്നെ എടുക്കാം. കർത്താവ് ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങി ഞാൻ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങി, പിതാവ് സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ. ഇത് മനസ്സിലാക്കണം. താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. അതിനകത്ത് ഒരു മാറ്റമില്ല. ഇതിനെ ആസ്പദമാക്കി തന്നെയാണ് പറയുന്നത്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ.
ഞാൻ സമർപ്പിക്കപ്പെട്ടവനാണ് എന്നുള്ള ഉത്ബോധം എന്നിലുണ്ടെങ്കിൽ യേശു പറഞ്ഞ ആ കാര്യം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പറയാണ്, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്നത് പറയുമ്പോൾ പത്രോസിനോടോ യോഹന്നാനോടോ അല്ലെങ്കിൽ ആരോഗ്യനോട് പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവരില്ലായിരുന്നോ? ഇന്നത്തെ ശുശ്രൂഷയെ ഞാനൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. യേശു ചെയ്ത ശുശ്രൂഷ താൻ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്നുവെന്നും ഉറച്ചിരിക്കെ അറിഞ്ഞിരിക്കെ അവൻ ചെയ്ത കാര്യമാണ്. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ട് ആന്തർതി യോഗം വെച്ചുകൊണ്ട് കാൽ കഴുകൽ ശുശ്രൂഷ അതിശ്രേഷ്ഠന്മാരായ പല ദേവദാസന്മാരും പല ചർച്ചകളും നടക്കുന്നുണ്ട്. ആണ്ടർതിക്കതിനെ വെക്കുന്നേ ഈ ഡിസംബർ 31 കൊണ്ട് വെക്കുന്നതിന്റെ കാര്യം എന്തോ ഉള്ളത്? നിനക്ക് അങ്ങനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ തന്നെ മറ്റു ദിവസങ്ങളിൽ കൂടെ ആയിക്കൂടെയോ? അപ്പൊ അതിനൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞു വരും. ഇത് എവിടുന്ന് വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. സ്തോത്രം. ഇത് വന്നത് ഞാൻ പല ക്ലാസ്സുകളിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇവനാ അതിന്റെ പുറകെ കളിക്കുന്നേ. ഇവനെ പറയുന്ന പേരാണ് ജാനൂസ്. റൊമലോസ് എന്നൊരു റോമൻ ചക്രവർത്തിയുടെ ഇഷ്ടദേവനായിരുന്നു, ഒരു റോമൻ ദേവനായിരുന്ന ഈ ജാനൂസ് എന്ന് പറയുന്നത്. ഇവന് രണ്ട് മുഖമാണ്, ഒന്ന് പുറകോട്ടും ഒന്ന് മുന്നോട്ടും. കത്തോലിക്കർ ഇവന്റെ കയ്യിലിരിക്കുന്ന താക്കോലെടുത്ത് പത്രോസിന്റെ താക്കോലാക്കി. ഡമാസോസ് ഒന്നാമൻ ഈ ജാനൂസിന്റെ കയ്യിലിരിക്കുന്ന താക്കോലുണ്ട്. മറ്റൊന്ന് സെബിള എന്നൊരു പറഞ്ഞ ദേവി ഉണ്ടായിരുന്നു, അവളുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്. ഈ രണ്ട് താക്കോല്, ഒന്ന് അഴിക്കുവാനും ഒന്ന് കെട്ടുവാനുള്ള താക്കോല്. പോപ്പുമാരുടെ കിരീടത്തിന്റെ മേളിലിരിക്കുന്ന രണ്ട് താക്കോല്. അപ്പൊ ഈ ജാനൂസിന്റെ താക്കോലാണ് തല ഒന്ന് പുറകോട്ട് നോക്കുന്നു, ഒന്ന് മുന്നോട്ട് നോക്കുന്നു. ഈ ജാനുവരി എന്ന പേര് കൊണ്ടുവന്നത് ഈ റോമൻ ചക്രവർത്തിയായിരുന്ന റൊമലോസ് തന്റെ ഇഷ്ടദേവനായിരുന്ന ഈ ജാനൂസിന് മഹത്വം കൊടുക്കുവാനാണ് ഈ ജാനുവരി എന്നൊരു മന്ത് കൊണ്ടുവന്നത്. ആദ്യകാലങ്ങളിൽ ജാനുവരി ഫെബ്രുവരി ഇല്ലായിരുന്നു. ഈ നമ്മുടെ പെന്തിക്കോസ്തിനകത്ത് ഈ ആണ്ടർതി യോഗം വെക്കുന്നവർ തന്നെ സാക്ഷികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ അധികം ആൾക്കാർ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർക്കായിരിക്കും ചിലപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറായിട്ട്. കഴിഞ്ഞ വർഷത്തില് ഞങ്ങൾക്ക് കർത്താവ് വലിയ കൃപ ചെയ്തു, കരുണ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാലും വേണ്ട പോലെ ചെയ്യാൻ സാധിച്ചില്ല. ഇനി അടുത്ത യുഗത്തില് അല്ലെങ്കിൽ അടുത്ത വർഷത്തില് കർത്താവിന് വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുവാൻ തക്കവണ്ണം ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്ന് പുറകോട്ട് നോക്കി ഒരു സാക്ഷ്യം. കഴിഞ്ഞ വർഷത്തില് ഡിസംബർ 31 12 മണിക്കാണ് ചെയ്തത്. ചിലർ കർത്തൃമേശം വയ്ക്കും അവിടെ. മറ്റത് വരുവാനുള്ള വർഷത്തേക്ക് നോക്കി പറയുകയാണ്. ഇത് ജാനൂസിനെ സാക്ഷീകരിക്കുന്നു. ഇന്ന് നിർത്തുക അതൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവും തന്നെ ഞാൻ പറയുന്നത്. അതിനെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത്. കത്തോലിക്കൻ പോലും കൊണ്ട് നടക്കാത്ത പാരമ്പര്യ പെന്തക്കോസ്ത് നീ എവിടുന്നാ പഠിച്ചേ? ചെറിയവന്മാരെന്നല്ല, വലിയ ശ്രേഷ്ഠ ദേവദാസന്മാരുടെ മക്കൾ ഇന്ന് ആചരിക്കുന്നുണ്ട്. ഒരു ഗണിയിൽ ഞാൻ പെട്ട് എൻ്റെ കാലൊരു പ്രാവശ്യം കഴുകിച്ചു, അതോടെ നിർത്തി. വലിയ ശ്രേഷ്ഠ ദേവദാസന്മാരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആമേനെന്ന് പറയേണ്ടി വന്നു. പിന്നീട് എനിക്കിത് മനസ്സിലായി. ഇതന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. ജാനൂസിന് കൊടുക്കാനുള്ള നിന്റെ ശരീരം, നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ജാനൂസിന്റെ യാഗപീഠത്തിലല്ല വെക്കാൻ പറഞ്ഞത്. കാൽവരി ക്രൂശിന് ദൈവത്തിന്റെ ക്രോധാഗ്നി മുഴുവനും കുടിച്ചതായി യേശു ക്രിസ്തുവിന്റെ യാഗപീഠത്തെ കാണിക്കുന്നതാണ് അത്. അവിടെ നിന്നെ വെക്കാൻ പറഞ്ഞത്. ആണ്ടർതി യോഗം വിളിച്ച് ചേർത്തിട്ട് പുറകോട്ട് മുന്നോട്ട് നോക്കി സാക്ഷ്യം പറഞ്ഞ് ജാനൂസിന്റെ യാഗപീഠത്തിലല്ല കൊണ്ടുവയ്ക്കേണ്ടത്. ഇനി ഞാൻ അത്ര പറഞ്ഞെന്നുള്ളൂ. എന്താ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത് യേശു ക്രിസ്തു കാണിച്ചത് മാതൃക എന്താണെന്ന്. ടു സെർവ്, മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ് നിനക്ക് കൃപ നിന്നെ നിർവച്ച് തന്നിരിക്കുന്നെങ്കിൽ
ഒരു പിറുപിറുപ്പും കൂടാതെ വാദവും കൂടാതെ ചെയ്യും. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും. ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നു. ഞാൻ രക്ഷയുടെ മാർഗം എൻ്റെ കൺവെൻഷൻ നടക്കുന്നത് ഏകദേശം എനിക്ക് 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്, കുവൈറ്റിൽ വെച്ചിട്ട്. കർത്താവിൻ്റെ കൃപയാൽ ആമേ സ്തോത്രം, ലോകത്തിൽ പെന്തിക്കോസ്ത് ലോകം അല്ലെങ്കിൽ പെന്തിക്കോസ്ത് രീതിയിൽ ആരാധിക്കുന്നവരുണ്ടെന്ന് പോലും അറിയാത്ത സമയത്ത് ഞാൻ ലിറ്ററലായിട്ട് പറയാണ്, വളരെ ഹോണസ്റ്റായിട്ട് പറയാണ്, ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ ആരംഭിച്ചു. മാനസാന്തരമുണ്ടായി, വീണ്ടും ജനനം പ്രാപിച്ചു, കർത്താവിൻ്റെ ആത്മാവിനെ നിറയപ്പെട്ടു. ആരും പറഞ്ഞിട്ടല്ല, ആരും കൈവച്ചിട്ടല്ല, അഹങ്കരിച്ചുകൊണ്ട് പറയല്ല. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് ഒരു ദേവദാസനെ കണ്ടുപിടിച്ച് ഒരു ദേവദാസനെ കയ്യിൽ സ്നാനപ്പെട്ടു തുടർന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇങ്ങനൊരു പുസ്തകമുണ്ട്, ഈ പുസ്തകത്തിൻ്റെ പുറകിൽ ഒരു ദൈവശക്തിയുണ്ട്. ഇത് വായിച്ചാൽ നിന്റെ പാപ സ്വഭാവത്തിന് മാറ്റം വരും, നിന്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വരും. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുന്നതുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ശുശ്രൂഷയുടെ കാര്യം പറയാൻ പോവാണ്. സ്തോത്രം. ഒരു 10-20 പേരുള്ള ഒരു കൂട്ടായ്മ എന്ന് കൂട്ടിക്കോളൂ. ഇടയ്ക്കിടയ്ക്കിട്ട് അവിടെ ഈ ചെറിയ ചെറിയ ആഹാരത്തിൻ്റെ കാര്യങ്ങളുണ്ടാവും. ചെറിയ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വിസിറ്റിംഗ് പാസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ആഹാരം, റെഡിമെയ്ഡ് ആഹാരം KFCയോ മറ്റൊക്കെ വാങ്ങി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആഹാരം കുക്ക് ചെയ്യും. ഇതിൻ്റെ എല്ലാ പണികളും ചെയ്യുന്നത് ഞാനാണ്. ഇത് കഴിഞ്ഞ് 10-20 പേര് ആഹാരം കഴിച്ചിട്ട് അപ്പോഴേ അവർക്ക് പോകാൻ സമയമാകും. എൻ്റെ കയ്യിൽ മാത്രം ആഹാരം ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ഏകദേശം 1 മണി വരേക്കും ഇവരെ പല പല സ്ഥലങ്ങളിൽ കൊണ്ട്, അപ്പോൾ ഭക്ഷണം കഴിച്ചത് ഓരോരുത്തർ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ റെഡിയായി. എല്ലാവരും വേദപുസ്തകം കയ്യിലെടുത്തോ, പോകാൻ റെഡിയായി. ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. ഇവരെല്ലാം കൊണ്ടുവിട്ട് ചിലപ്പോൾ ഞാൻ കണ്ണ് മടക്കി വെച്ചിട്ടായിരിക്കും വണ്ടി റിട്ടേൺ ഓടിച്ചു വരുന്നത്. ഇവരുടെ എല്ലാവരുടെയും പാത്രം വാഷ് ബേസിലുണ്ടാവും. ഇതെല്ലാം കഴിയിട്ട് വേണം കിടക്കാൻ. അന്ന് ബാച്ചലറായിരുന്നു. സാവകാശ സഹോദരിമാരും കുടുംബങ്ങളായിട്ട് വരാൻ തുടങ്ങി. ഇതേ ഹാബിറ്റ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. സഹോദരിമാരടക്കം പാത്രങ്ങൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കഴുകി വെക്കണം. ഒരു ദിവസം പോലും, ഞാൻ ലിറ്ററലായിട്ട് പറയുകയാണ്, ഒരു ദിവസം പോലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പിറുപിറുപ്പ് വന്നില്ല, മടുപ്പ് വന്നില്ല. ഈ സഹോദരിമാരുടെ പാത്രം പോലും ഞാൻ കഴുകേണ്ടി വരുന്നുള്ളൂ ഒരു ദിവസം പോലും. കാരണം എന്താ, എൻ്റെ കഴിവല്ല, ഫിൽഡ് ബൈ ദ ഗ്രേസ്. നീ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചെയ്യുകയാണെങ്കിൽ പിറുപിറുക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യാൻ തന്നിട്ടോ, ചിലപ്പോൾ ഒരു ഗ്ലാസ് കഴുകുന്നതായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പായ വിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുന്നവരൊക്കെ ശുശ്രൂഷയാണ്. ടു സെർവ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അവിടെ നിന്റെ ഉള്ളിൽ ചെറിയ പെറുപ്പെറുപ്പ ചിന്ത വരുന്നതിന് എൻ്റെ അർത്ഥം, നീ വിശ്വസിക്കുക മുഖാന്തരം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മുഖാന്തരം സൗജന്യമായി നിനക്ക് ലഭിച്ച നീതീകരണത്തിൽ നിന്ന് നീ സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് പച്ച ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ രക്ഷയെ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റീപെന്റ്. ഇപ്പൊ മനസ്സിലായ ശുശ്രൂഷ എന്താണെന്ന്? ഇതാ ശുശ്രൂഷ എന്ന് പറയുന്നത്. വചനമെടുത്ത് പ്രസംഗിക്കുന്നാൽ അത് വേറൊരു കാര്യം താഴോട്ട് വരുന്നുണ്ട്. പലരും ഇന്ന് സംസാരിച്ച് ശുശ്രൂഷ എന്ന് പറഞ്ഞ പാസ്റ്റർമാർക്കുള്ളത് സ്റ്റേജ് തകർക്കുന്ന ശുശ്രൂഷ. ഇതെല്ലാം മാറ്റിവെക്കുക. കർത്താവിന്റെ ശരീരമാണ് സഭയിൽ. നീ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നിൽ അത് നിറച്ചിരിക്കുന്നെങ്കിൽ നിന്റെ കഴിവല്ല, നിന്നെ വിളിച്ചവരാണ് നിന്നിൽ നിറച്ചിരിക്കുന്നത്. അതാ കർത്താവ് കാണിച്ചത് മാതൃക. അപ്പൊ നിങ്ങൾ പറയും, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും മാത്രം ഉച്ചരിക്കും. അയ്യോ, ഞങ്ങൾ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ സെഫാനോസെ ഒരു ഭക്തിയുള്ള പുരുഷന്മാരും കുറച്ചു പേരെയും കൂട്ടി വരുത്തി അവരെ ഏൽപ്പിക്കാം, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മാത്രം മറ്റിരിക്കും. ഉദാഹരണം വേണ്ടത് കൊണ്ടുവരാം. വചനങ്ങൾ അനേകം കോട്ട് ചെയ്യാം. ഇതൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങള്. ഇതെല്ലാം കാല് കഴുകൽ കൊണ്ട്, വാണ്ടൊരുതി യോഗത്തിന് കാൽ കഴുകി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ മാറ്റം വരണം. നീ യാഗപീഠത്തിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പിറുപിറുത്തു കൊണ്ടല്ല. ഞാൻ പറഞ്ഞ കാര്യം ഒരു ദിവസം 2 വർഷമല്ല, വർഷങ്ങളെടുത്തു എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുക. എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടായിട്ടില്ല. ഒറ്റ ദിവസം പോലും. ഞാൻ ഇന്നത് ഓർക്കുന്നുണ്ട്. എനിക്കത് സന്തോഷത്തോടെ ചെയ്യാൻ താല്പര്യമുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ
എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിലായാലും ഇംഗ്ലീഷിൽ തന്നെ ചില ട്രാൻസ്ലേഷനിലും മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നല്ല വെള്ളമെടുപ്പൊക്കെ ഇട്ട് കൈമെന്ന് ചെളിയാവരുത്, നല്ല തിളങ്ങുന്ന അമേരിക്കയിലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നല്ല ഗ്ലാസ് പോലെ റിഫ്ലക്റ്റ് ചെയ്ത് ഷൂ പോളിഷ് ചെയ്ത് കോട്ടൊക്കെ ഇട്ട്, അതല്ല ശുശ്രൂഷ. അത് ദൈവത്തിൻ്റെ ശുശ്രൂഷ വേറൊരു കാര്യമാണ്. അത് താഴോട്ട് വരുമ്പോൾ പറയാം. കർത്താവ് കാണിച്ച മാതൃക അതാണ് നിന്റെ ജീവിതത്തിൽ. അതിന് ആണ്ടാർത്തി യോഗം വെച്ചിട്ട് കാര്യമില്ല, പാദം കഴുകിയിട്ടും കാര്യമില്ല. നിന്റെ കൂടെ കർത്തൃമേശ എടുക്കുന്ന, നീ ആയിരിക്കുന്ന ബോഡിയിൽ മറ്റൊരുവൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് കണ്ട് അവനെ ശുശ്രൂഷിക്കുക, അവനെ സെർവ് ചെയ്യുക. ഇസ്രായേലില് മിശ്രദേശത്ത് വിടിവിക്കാൻ വേണ്ടി മോശെ പറഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത്, ഇസ്രായേൽ എൻ്റെ ആദിജാതൻ, എന്നെ സേവിക്കേണ്ടതിന്, എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് എൻ്റെ മകനെ വിട്ടയക്കാനാണ് പറയുന്നത്. ടു സെർവ് എന്ന വാക്ക് ഹീബ്രുവിലാണെങ്കിൽ അവോധ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു ഡിസ്പെൻസ്. നിന്നിൽ നിറച്ചു വച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഡിസ്പെൻസ് ചെയ്യുക. നമ്മൾ പഠിച്ചു വരുന്നത് എന്താ? ക്രിസ്തുവിൽ വിശ്വസിക്കുക മുഖാന്തരം നിനക്ക് ലഭിച്ചിരിക്കുന്ന നീതി നിന്നിൽ കൂടെ പുറത്തു വരുന്നത് ചർച്ചിനകത്ത് എങ്ങനെ ആയിരിക്കണം എന്ന വിഷയം ചിന്തിക്കുന്നത്. ഇതാ റോമാലേഖനം 12-ാം അധ്യായത്തിൽ മുഴുവൻ പഠിപ്പിക്കുന്നത്. ഇനി വരുന്നുണ്ട്, 13-14 വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് ഒരു സബ്ജക്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ പാസ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ പാസ്റ്റർ ഒന്നല്ലായിരിക്കാം, ചിലപ്പോൾ സാധാരണ ഒരു വിശ്വാസി ഇന്നലെ വിടിച്ചനെ പ്രാപിച്ച് വന്നതായിരിക്കാം. നിന്നിൽ എന്താണ് തന്നിരിക്കുക? ആദ്യമേ എന്നിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? ചിലപ്പോൾ മറ്റൊരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നവനായിരിക്കും, മറ്റൊരു ട്രാക്ട് കൊടുക്കുന്നവനായിരിക്കാം, ചിലപ്പോൾ മറ്റൊരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ നിന്നിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? അതിന് നീ വിശ്വസ്തയോടുകൂടെ, വിശ്വാസത്താൽ, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, അതേപോലെ തന്നെ ശുശ്രൂഷയെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. നിന്റെ കഴിവുകൊണ്ട് വേണ്ട. ഇനി നിന്നെ തന്നിട്ട് നീ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ ഒരു നാൾ കണക്ക് ചോദിക്കുന്നവനുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവേ സ്തോത്രം, എനിക്കിന്ന് മനസ്സിലായി, എന്നിൽ നിന്നുള്ള ഡിസ്പെൻസേഷൻ ശരിക്കും നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഐ റിപ്പന്റ്. ഇതാ വേണ്ടത്. കർത്താവ് നമ്മളെ ഈ വചനങ്ങൾ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം കർത്താവ്. ഇവിടെ കർത്താവ് സാക്ഷ്യം പറഞ്ഞാടിന് മൗത്വത്തിനല്ല, കേൾക്കുന്ന ജനത്തിന് ഇത് വാസ്തവത്തിൽ എന്താണെന്ന് കർത്താവ് മനസ്സിലാകത്തക്കവണ്ണം നീ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ സമാധാനമാടുവാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.